ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞങ്ങൾ വലിയ നാത്തൂൻ്റെ വീട്ടിൽ പോയതാട്ടോ. അവളെ വലിയമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നാത്തൂനാണെങ്കിൽ പനി പിടിച്ചിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഉമ്മ അങ്ങോട്ട് പോയേക്കാണ്. അപ്പം ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ എൻ്റെ ഉമ്മാൻ്റെ കുടിക്ക് പോകണം. അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്. 10 വരിയത്ത് കണ്ടാൽ പറ്റുമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വെച്ചിട്ട് പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി. പുറത്തൊക്കെ ഭയങ്കര മഴയുണ്ട്. അപ്പം നിൽക്കാത്ത മഴയായിരുന്നു. ഞങ്ങൾ പിന്നെ ചെറിയൊരു ചോർച്ച കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ പോയി. ഇതാരാ പാത്തുമ്മ പൊന്തൂലേ പൊന്തൂലേ ഇത് പൊന്തൂലേ. നമുക്ക് പിന്നെ പോകാം. റസൂലിന്റെ പിന്നെ കവറ് ഇവിടെയും അതിന്റെ അപ്പുറത്ത് കവർ തന്നോണ്ടും അതിന്റെ അപ്പുറത്ത് പിന്നെ ലോട്ടസ് പിടിക്കലും അതിങ്ങനെ നേരം കിട്ടിയേക്കാണ്. പഠിക്കാൻ വേണ്ടി നോക്കണം നിങ്ങൾ പിടിച്ചത്. അങ്ങോട്ട് പോവില്ല. ഞങ്ങൾ കുടിച്ച് ചായ വേണ്ടെങ്കിൽ ഇതിൽ ഞങ്ങൾ കൊണ്ടുപോയാലോ? നിന്റെ പെച്ചി പാടിയോ? നിന്റെ പെച്ചി പഞ്ഞിനോളോച്ചോ? ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പൊ നല്ല മഴ കേട്ടോ. അപ്പം അമ്മമ്മ ഏതായാലും നിസ്കരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു ചോർച്ച ഉണ്ട്. അപ്പൊ ഞാൻ പോവാൻ നോക്കട്ടെ. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ കുടുങ്ങും. വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ രണ്ടാമത് ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ആക്കിയിട്ട് ഞാൻ അങ്ങനെ കാണിക്കലാണ്. ഏതെങ്കിലും ആപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം VN ആയിക്കോട്ടെ എല്ലാതും അൺഇൻസ്റ്റാൾ ആക്കലാണ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറെ എടുത്തു വെച്ച വീഡിയോസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ആക്കി. ഏതായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ പോകാൻ കഴിയൂല. ലാസ്റ്റിക്കും കുട്ടികളും കൂടെ TV ആണ് കേട്ടോ. എന്താ കാണുന്ന അറിയോ? കാർട്ടൂണ്. ഇവിടെ 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 നോക്ക്. അതെ പൗത്തിനെങ്കിൽ പറ്റൂലേ കൂട്ടാ. പൗത്തിനെ നോക്കിയത് ഞങ്ങള് 2 ദിവസമായില്ലേ മുറിച്ചിട്ടേ. ആ അപ്പൊ പൗത്തിനെങ്കിൽ പിന്നെ വേണ്ടേ നട്ടറി. ഇത് പൗത്തില്ല. നിങ്ങൾ ഉമ്മാന്റെ അരിയൊക്കെ ഉണ്ട്. ഞാൻ പോവാൻ നേരത്തെ ഇമ്മ പയറും പിന്നെ പാട്സും ഒക്കെ ഉണ്ട് തിരിക്കണേ ഫീസൊക്കെ. ഞാൻ പോയിട്ട് അമ്മ അസ്സലാമു അലൈക്കും. ഇതിൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോന്നിട്ടുള്ള റോഡാണ്. നല്ല
കുത്തനെയുള്ള റോഡാട്ടത്. അന്ന് 2013 തോന്നുന്നുണ്ട്, 2010-13 അതിലാണ് ഞങ്ങൾ ഇവിടുന്ന് ആക്സിഡന്റ് ആയി. ഈ കുയിലേട്ടാണ് വീണത് കേട്ടോ. ഒരു ചക്രം മുന്നിലും ഒരു ചക്രം അപ്പുറത്തെ കണ്ടെത്തുവേനി. അപ്പൊ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് ഞങ്ങള്. പക്ഷെ ഉമ്മാക്ക് തലക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിനി. അതേമാതിരി അനിയന് കാലിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചതവ് കഴിഞ്ഞിട്ടോ. അനിയന്റെ കാലിന്റെ എല്ല് പൊട്ടിയോണ്ട് മണലൊക്കെ തൂക്കിയിട്ട് കുറെ ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അത് പിന്നെ കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് എന്താ ലൈസൻസ് ഇല്ല. അയാളെ വീട്ടിലേക്ക് പെരുന്നാൾക്ക് ആരോ വന്നപ്പം അയാളപ്പാന്റെ ഓട്ടോ എടുത്താണ്ട് അയാൾ കൊണ്ടാക്കിയതായിരുന്നു. ആ തിരിച്ചു വരുന്ന വഴിയിലാണ് ഞങ്ങളെ കണ്ടത്, ഞങ്ങളെ കയറ്റിയത്. അന്നത് കേസായിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞതിന് ശേഷം കേട്ടോ അതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. പക്ഷെ ഉമ്മാക്കൊന്നും അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തലക്ക് പറ്റിയതുകൊണ്ട് ഉമ്മാക്ക് ഉറക്കം ഒഴിച്ച് കഴിഞ്ഞാലോ അങ്ങനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ഇപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.